ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ പ്രിൻസ് അബ്രഹാം. അപ്പോൾ ഇന്ന് നീമയുടെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കുറേ പേര് നീമയിൽ കാർഡ് ഡെപ്പോസിറ്റിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനു മുമ്പ് ഞാൻ കാർഡ് ഡെപ്പോസിറ്റിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, പക്ഷേങ്കിൽ അത് ഓൾഡ് വെർഷനിലാണ്. നീമയുടെ ഇപ്പോൾ പുതിയ അപ്ഡേറ്റിന് ശേഷം കാർഡ് ഡെപ്പോസിറ്റിനെ കുറിച്ച് ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. അതായത് എല്ലാവർക്കും ഒരു സംശയം എന്ന് പറഞ്ഞാൽ മോനോക്സ് കാർഡ് വഴി എങ്ങനെ നീമയിൽ പൈസ ഡെപ്പോസിറ്റ് ചെയ്യാം, KSF കാർഡ് വഴി എങ്ങനെ ചെയ്യാം, ബാങ്ക് അപ്പോലിമിൻ്റെ കാർഡ് വഴി എങ്ങനെ ചെയ്യാം, ബാങ്ക് ലൂമി, ഡയറക്റ്റ് കാർഡ്, അങ്ങനെ ഈ കാർഡുകൾ ഉപയോഗിച്ച് എങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യാമെന്നാണ്. പക്ഷേ ഞാൻ അതിനകത്ത് ചെയ്തിരുന്നത് ബാങ്ക് ദോവാറിൻ്റെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ബാങ്ക് ദോവാർ അതിനെ ഇടയ്ക്കിടയ്ക്ക് ബ്ലോക്ക് ആക്കുന്ന കാരണം അത് നമുക്ക് പെർഫെക്റ്റായിട്ട് വർക്കായില്ല. പിന്നെ ബാങ്ക് അപ്പോലിമിൻ്റെയാണ് ലാസ്റ്റ് ചെയ്തത്. ഏകദേശം 4 വർഷമായി ഞാനിപ്പോൾ ബാങ്ക് അപ്പോലിമിൻ്റെ ഡെബിറ്റ് കാർഡ് ഉപയോഗിക്കുന്നു. അതുവഴിയാണ് നീമയിലേക്ക് പൈസ അയക്കുന്നത്. ഇതുവരെ യാതൊരു കുഴപ്പങ്ങളും അതിനകത്ത് സംഭവിച്ചിട്ടില്ല. അതുതന്നെയല്ല, ഈ കാർഡ് ഡെപ്പോസിറ്റിൻ്റെ ഒരു അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് നമുക്ക് ഏത് സമയത്തും ഏത് രാത്രിയിലാണെങ്കിലും നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് പൈസ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നീമയിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാവുന്നതാണ്. ഇൻസ്റ്റൻ്റ് ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനുള്ള യാതൊരു ഫീയും അതിന് ഈടാക്കുന്നതല്ല അവർ. പിന്നെ നമ്മുടെ ഷബാത്തിന്, നമ്മുടെ ഹോളിഡേയ്സിലൊക്കെ നമുക്ക് ആ സമയത്ത് നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമെന്നതാണ് ഇതിൻ്റെ ഒരു വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഞാൻ ആദ്യം ഇതിനെക്കുറിച്ച് പറഞ്ഞ് സമയം കളയുന്നില്ല. ഡീറ്റെയിൽഡ് ആയിട്ട് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ ഈ തുടർച്ചയായിട്ട് ഈ വീഡിയോ കാണുക. നീമയിലേക്ക് ഡെബിറ്റ് കാർഡ് വഴിയും ക്രെഡിറ്റ് കാർഡ് വഴിയും നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാവുന്നതാണ്. മോനോക്സ് കാർഡ്, ബാങ്ക് അപ്പോലിയം, ഡയറക്റ്റ്, ബാങ്ക് ലൂമി, KSF, റിവയർ, GMT, ഇതിനകത്ത് കാണുന്ന ഏത് കാർഡ് വഴിയും നമുക്ക് നമ്മുടെ നീമയുടെ കാർഡ് ഡെപ്പോസിറ്റ് വഴി നമുക്ക് പൈസ ഡെപ്പോസിറ്റ് ചെയ്യാവുന്നതാണ്. അതെങ്ങനെയാണെന്നാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. നമ്മുടെ മൊബൈലിനകത്തുള്ള നീമയുടെ ആപ്ലിക്കേഷൻ അത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ലോഗിൻ സ്ക്രീനാണ് നിങ്ങൾക്ക് നെക്സ്റ്റ് വരുന്നത്. അവിടെ നിങ്ങളുടെ ലോഗിൻ ഇസ്രായേലിൻ്റെ മൊബൈൽ നമ്പറും അതുപോലെ തന്നെ നിങ്ങളുടെ പാസ്വേഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. അതിന് ശേഷം ഇങ്ങനെയൊരു സ്ക്രീനാണ് നിങ്ങൾക്ക് ലഭിക്കുക, ഹോം സ്ക്രീൻ. അവിടെ നിങ്ങൾ ഈ ഡെപ്പോസിറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യണം. അതായത് ടച്ച് ചെയ്യുമ്പോഴത്തേൽ നിങ്ങൾക്ക് ഇങ്ങനെയൊരു വിൻഡോ ഓപ്പൺ ആകും. അതിനകത്ത് നീമയിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ സാധിക്കുന്നതായ നിരവധി ഓപ്ഷൻസ് ആണ്. അവിടെ നമ്മൾ ബാങ്ക് ട്രാൻസ്ഫർ കഴിഞ്ഞിട്ടുള്ള കാർഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് നമ്മൾ അത് സെലക്ട് ചെയ്യണം. അത് കഴിയുമ്പോൾ നമുക്ക് കാർഡ് ഡെപ്പോസിറ്റിൻ്റെ മെയിൻ വിൻഡോ വരും. അവിടെ നമുക്ക് ഇത്രയും ഡീറ്റെയിൽസ് ആണ് വേണ്ടത്. അതായത് കാർഡിൻ്റെ നമ്പർ, നമ്മുടെ ഒരു ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡിൻ്റെ അകത്ത് ഏകദേശം 16 ഡിജിറ്റിൻ്റെ നമുക്കൊരു വലിയൊരു ഡിജിറ്റ് നമുക്ക് 444 എന്ന് കാണുന്ന ആ ഒരു നമ്പറാണ് കാർഡ് നമ്പർ എന്ന് പറയുന്നത്. അതിനുശേഷം എക്സ്പയറി ഡേറ്റ് ആണ് നിങ്ങൾ ഇവിടെ കൊടുക്കേണ്ടത്. അതിനുശേഷം CVV നമ്പർ കൊടുക്കണം. അതിനുശേഷം CVV നമ്പർ എന്ന് പറയുന്നത് നമ്മുടെ കാർഡിൻ്റെ പിന്നാമ്പുറത്തുള്ള പുറകുവശത്തുള്ള 3 ഡിജിറ്റ്സ് നമ്പറിനെയാണ് കാർഡ് നമ്പർ എന്ന് പറയുന്നത്. അത്രയും കൊടുത്തതിന് ശേഷം ഇതേപോലെ നിങ്ങളവിടെ എൻട്രി ചെയ്യുക. പിന്നെ നിങ്ങളിവിടെ ചെയ്യുന്നത് അറ്റ്ലീസ്റ്റ് 3000 ഷെക്കലാണ് അറ്റ് എ ടൈം ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. എനിക്കിപ്പോൾ ബാങ്ക് അപ്പോലിമിൽ നിന്ന് 3000 ഷെക്കൽ മാത്രമാണ് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുന്നത്. അതിൽ കൂടുതൽ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പം നിങ്ങൾക്ക് അത് 3000 ഷെക്കലിൽ കൂടുതൽ നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ, ഒരു എക്സാമ്പിൾ 7000 ഷെക്കൽ നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 3000 പ്ലസ് 1000 ഷെക്കൽ, അങ്ങനെ നിങ്ങൾ അറ്റ് എ ടൈം നിങ്ങൾക്ക് മൾട്ടിപ്പിളായിട്ട് ഇതിനകത്തേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം 3000 എന്ന് ഇപ്പോൾ ഞാൻ അവിടെ എമൗണ്ട് അടിച്ചു കൊടുത്തു. അതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണുന്ന കണ്ടിന്യൂ എന്ന് പറയുന്ന ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു OTP വരിക.
നിങ്ങളുടെ മെസ്സേജിൻ്റെ നോട്ടിഫിക്കേഷൻ ഓൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ തന്നെ ആ OTP കാണാൻ സാധിക്കും. അതല്ല എങ്കിൽ നിങ്ങളുടെ മെസ്സേജ് ബോക്സിൽ പോയിട്ട് നിങ്ങളുടെ OTP എന്താണോ അതെടുത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. OTP ടൈപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് അവിടെ ഓക്കെ കൊടുത്തതിന് ശേഷം ഡെപ്പോസിറ്റ് സക്സസ്ഫുൾ എന്ന് വരും. ഇമ്മീഡിയറ്റ് ആയിട്ട് ആ 3000 എന്ന് നമ്മുടെ നീമ അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ആയി കിട്ടും. ഇപ്പോൾ കണ്ടില്ലേ 3361 ആണ് എൻ്റെ എമൗണ്ട്. നേരത്തെ എനിക്ക് 361 ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ 3361 ഇമ്മീഡിയറ്റ് ആയിട്ട് ഡെപ്പോസിറ്റ് ആകുന്നതാണ്. അപ്പം ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. ഇൻസ്റ്റൻ്റ് ആയിട്ട് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. പിന്നെ ഇമ്മീഡിയറ്റ് ട്രാൻസ്ഫർ ഫ്രോം നീമ ടു ഏത് കൺട്രിയിലേക്ക്, ഇന്ത്യ, നേപ്പാൾ, ശ്രീലങ്ക, ഫിലിപ്പൈൻ ആൻഡ് എനി അതർ കൺട്രിയിലേക്ക് നമുക്ക് പൈസ സെൻഡ് ചെയ്യാം. പിന്നെ കാർഡ് ഡെപ്പോസിറ്റിന് ഫീ ഉണ്ടായിരിക്കുന്നതല്ല. ഹോളിഡേയ്സിലും നമുക്ക് ഈ ഇത് കാർഡ് ഡെപ്പോസിറ്റ് വഴി പൈസ നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ കമൻറ്റും ലൈക്കും ഒക്കെ തരുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.